ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കോമിക് ബാങ്കിന്റെ 6th എപ്പിസോഡ് നോക്കിയല്ലേ. അപ്പൊ നേരെ നമുക്ക് വീഡിയോ കിട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ സുഖമാണ് ഈക്ക് പണി കൊടുത്തോണ്ടിരുന്നെന്ന് നമ്മൾ ഈ അറിഞ്ഞിട്ടുണ്ട്. ബാക്കി എന്താണെന്ന് നമുക്ക് ഈ വീഡിയോ കാണാം. ഓക്കെ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലേ ഈ സാരമില്ല സോ. ആക്ച്വലി ഞാൻ നിന്റെ ഒരു ഫാനാ. എനിക്ക് 1000 ഫോളോവേഴ്സ് ആവുന്നതിന് മുമ്പ് ഞാൻ നിന്നെ നോട്ടീസ് ചെയ്താ. നീ എല്ലാ കാര്യങ്ങളും ജെന്യൂൻ ആയിട്ട് പറയുന്നത്. ഒരു കോമിക്കിന്റെ നല്ല വശം ദോഷവശം നീ പറയും. എന്റെ കോമിക്കിൽ നീ തന്ന അഡ്വൈസ് വെച്ച് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഞാൻ നിനക്ക് മെസ്സേജ് വരെ അയച്ചതാ, പക്ഷെ അതെന്തോ ഡെലിവർ ആയില്ല. ഇപ്പൊ നീയാണ് പെങ്കൊച്ചെന്ന് എനിക്ക് മനസ്സിലായില്ലേ. നമുക്ക് ഫ്രാങ്ക് ആയിട്ടിരിക്കാം. നീ നിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ സോ എന്റെ ഹീറോയിന്റെ സ്മൈൽ എപ്പോഴും ഒരേപോലെ വന്നു, പക്ഷെ ഞാൻ ഡിഫറൻറ്റ് സ്മൈൽ ട്രൈ ചെയ്തതാ. അയ്യോ, അത് ഞാൻ തമാശക്ക് പോസ്റ്റ് ചെയ്തതാ. നിനക്കത് ഹേർട്ടായെങ്കിൽ സോറി. എനിക്ക് ഹേർട്ടായിട്ടൊന്നുമില്ല. നീ തന്ന സജഷൻസ് വെച്ചാ ഞാൻ എന്റെ കോമിക്ക് ചേഞ്ച് ചെയ്തത്. അത് നന്നായിട്ട് ഹാപ്പി പോകുന്നതുകൊണ്ട്. സോ നമ്മൾ രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മളെ കോമിക്ക് നമ്പർ 1 ആവും. ഇപ്പൊ നമ്മുടെ ഹീറോയുടെ കോമിക്ക് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് പോകുന്നതുകൊണ്ട് അവന് കുറെ ഫാൻസ് ആവുന്നുണ്ട്. സോ ആണെങ്കിൽ ഈയെ വിളിച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിന്റെ കോമിക്കിനൊരു പോസിറ്റീവ് റിവ്യൂ ഇടട്ടെ. വേണ്ട സോ, നീ എന്റെ ബ്ലാക്കിനിങ് അസിസ്റ്റന്റ് ഒക്കെ തന്നെ, പക്ഷെ നീ നിന്റെ ഫാൻസിനോട് ജെന്യുവൻ ആയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടണ്ട. അടുത്ത സീനില് നമ്മുടെ സുഖയ്ക്ക് ഈടെ കയ്യിൽ എമർജൻസി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് കിട്ടുന്നുണ്ട്. അവളാണെങ്കിൽ ഒരു ഇങ്കം മേടിച്ച് പെട്ടെന്ന് ഈടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. എന്താ ഈ നിനക്ക് പറ്റിയത്? ഞാൻ കരുതി നിന്റെ ഇങ്ക് തീർന്നു പോയെന്ന്. അതാണ് ഇങ്കം മേടിച്ചോണ്ട് വന്ന്. നിനക്ക് പണിയാണോ? എന്നാൽ ഞാൻ നിനക്ക് ഫുഡ് കുക്ക് ചെയ്യാന്ന് പറഞ്ഞ് നമ്മുടെ സുഖ കിച്ചണിൽ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ലൂഡോയ്ക്ക് സീനിയറിന്റെ ബാഗിൽ നിന്ന് ഹീറോയുടെ കോമിക് കിട്ടുന്നുണ്ട്. അവളും സീനിയർ ഈ കോമിക്കൊക്കെ വായിക്കുന്നു പറഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ആ കോമിക്കില് ഹീറോയിൻ പറയുന്ന ഡയലോഗല്ല നമ്മളെ സീനിയർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നമ്മളിലൂടെ ആണെങ്കിൽ അയ്യോ അങ്ങനെ ഇങ്ങനത്തെ ഒരാളായിരുന്നു, അപ്പൊ സീനിയറിന് ഒരു പെണ്ണായി മാറാൻ ആഗ്രഹം എന്ന് പറഞ്ഞ് നമ്മൾ സീനിയറിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതാ നോക്കൂ സീനിയർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട്. ഇത് ന്യൂ ജനറേഷന്. എല്ലാവരും പഴയ പോലെ ചിന്തിക്കത്തില്ല. നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നും പറഞ്ഞ് നമ്മൾ ലൂടെ ആണെങ്കിൽ സീനിയർക്ക് ഒരു സ്കേർട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. സീനിയർ ആണെങ്കിൽ ഈ പെണ്ണിനെന്താ വട്ടായെന്നും പറഞ്ഞ് ഒരുമാതിരി ടെൻഷൻ ആവുന്നുണ്ട്. അത് മാത്രമല്ല സീനിയർ, നിങ്ങൾക്ക് എന്റെ ഡ്രസ്സ് വേണമെങ്കിലും ഇടാം, നമ്മളെ ഡ്രാമയില് ഹീറോയിനായിട്ട് വേണം അഭിനയിക്കാൻ, ഞാൻ നിങ്ങൾക്ക് ഹീറോ ആവുമെന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എമർജൻസി എന്ന് പറഞ്ഞ ഹീറോയുടെ അതിന് സീനിയറിന് മെസ്സേജ് കിട്ടുന്നുണ്ട്. അത് കണ്ടിട്ട് ഞാൻ ഇനി പിന്നീട് തരാം, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ലൂഡോനെ വർക്ക് തന്നെ മുന്നോട്ട് നടക്കുന്ന സീനിയർ 10 പറഞ്ഞ് താഴെ കിടക്കുന്നുണ്ട്. സീനിയർ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ? ഞാൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പറഞ്ഞാൽ നമ്മളെ ലൂഡോ സീനിയറിനെ പൊക്കി എടുത്തോണ്ട് പോകുന്നുണ്ട്. എടി എടി പ്ലീസ് ഡേ ഒന്ന് താഴെ നിർത്തുന്നു, ആൾക്കാരെല്ലാം നോക്കുന്നു, എന്റെ ഇമേജാ പോന്നെന്ന് പറഞ്ഞാൽ സീനിയർ ബഹളം വെച്ച് അവളുടെ ദേഹത്ത് നിന്ന് ഇറങ്ങിയിട്ട് എടി കുട്ടി പിശാശൻ ഞാൻ നിങ്ങൾ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞാൽ നമ്മളെ സീനിയർ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. ഇവിടെ അതേസമയം നമ്മളെ ജയ് കണ്ണും തിരികെ വരുന്നത് ജെയിംസ് കണ്ടിട്ട് അയ്യോ ഇന്നലെ പറഞ്ഞ അവർക്ക് ഒരുപാട് ഹേർട്ടായെന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഹീറോ എമർജൻസി എന്ന് പറഞ്ഞ് അയച്ചേക്കുന്ന മെസ്സേജ് ഇവനും കാണുന്നത്. അവൻ ഉടനെ തന്നെ ഹീറോയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആക്ച്വലി നമ്മളെ ജയ് ക്ലാസ് ഇരുന്നങ്ങാണ്ട് ഉറങ്ങിയിട്ട് കണ്ണ് തുടയ്ക്കുമായിരുന്നു. ഇവിടെ ആണെങ്കിൽ നമ്മളെ സുവ അടുക്കള ഫുള്ള് കുളമാക്കി ഈക്ക് ഇഞ്ചി സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്താടി ഇത്? ഇഞ്ചി സൂപ്പാ, നീ കുടിച്ചോക്ക്, നല്ലതാ. അല്ല, ഇത് ഇഞ്ചി കാണുന്നില്ലല്ലോ, അടുക്കള ഇഞ്ചി ഇല്ലായിരുന്നോ? ഞാൻ ഇഞ്ചി ഇല്ലാതെ ഉണ്ടാക്കി ഇഞ്ചി സൂപ്പാ, നല്ലതായിരിക്കും, നീ കുടിച്ചു വെക്കുന്ന പറഞ്ഞ് നമ്മള് ഈയെ കൊണ്ടത് കുടിപ്പിക്കുന്നുണ്ട്. ഈ ആണെങ്കിൽ പേടിച്ചത് കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് സീനിയർ ഫിലിക്സും ഇങ്ക് തീർന്നെന്നും പറഞ്ഞ് ഇങ്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാടാ നിനക്ക് വയ്യേ? ഇല്ലടാ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കോൾഡാ, ബാ നമുക്ക് പോയി ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാം, നാളെ അവർക്ക് സെൻഡ് ചെയ്യാനുള്ളയാ. എടാ നിനക്ക് ഒന്നാതെ വയ്യാതിരിക്കുക, ഡ്രാഫ്റ്റിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് 3 പേരും കൂടെ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അല്ലടാ ഫിലിക്സേ, നീ എപ്പോഴാ ഹീറോയുടെ അസിസ്റ്റന്റ് ആയ? ഞാൻ ജോയിൻ ചെയ്തേ ഉള്ളൂ, നിങ്ങൾ വേണം എനിക്കിതൊക്കെ പഠിപ്പിച്ചു തരാം. അങ്ങനെ 3 പേരും കൂടെ ചേർന്ന് ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മളെ ജെയിംസ് അവന്റെ ഓൺലൈൻ ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹീറോയുടെ എമർജൻസി മെസ്സേജ് ജെയിംസ് കാണുന്ന. എന്താടാ ആളിയാ, നിന്റെ ഇങ്ക് തീർന്നോ? ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നെന്നും പറഞ്ഞ് ഓടി അവിടെ എത്തുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവര് പ്രിപ്പയർ ചെയ്ത ഡ്രാഫ്റ്റ് കണ്ടിട്ട് ഇതങ്ങാനോ എഡിറ്റർ കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കോമിക്കിന് ഉള്ള സ്ഥാനവും കൂടെ പോകുമെന്നും പറഞ്ഞ് എഡിറ്ററിനെ വിളിച്ച് കുറച്ച് സമയം കൂടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവരുടെ കോമിക്ക് നമ്പർ 1 ആവുന്നുണ്ട്. അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും പോവാന്ന് ഹീറോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജെയിംസ് ആണെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിനും പാർക്കിലും ഒക്കെ പോവാന്ന് പറയുമ്പോൾ സൂ ആണെങ്കിൽ നമുക്ക് ബീച്ചിൽ പോവാം, അതാകുമ്പോൾ നല്ല ജോലി ആയിരിക്കും എന്ന് പറയുമ്പോൾ ഈ ആണെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ട്. എന്താണ് അളിയാ നീ എപ്പോഴും അവള് പറയുന്ന മാത്രം കേൾക്കുന്ന? ഞാനും നിന്റെ ഫ്രണ്ടാ, ഞാൻ പറയുന്നത് വല്ലപ്പോഴൊക്കെ കേൾക്കാം. ശരി ശരി, നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ കൂടെ വരാമെന്ന് അവിടെ നിന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മളെ ലൂഡോയും ജയും കൂടെ ഷോപ്പ് ചെയ്യാണ്. ഫിലിക്സ് ആണെങ്കിൽ ലൂഡോനെ കണ്ട് ഒരു ബോയ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആരാ അവൻ? ഇനിയിപ്പോ ജയുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും, അവനെ കണ്ടാലേ അറിയാം ഒരു പ്ലേ ബോയ് ആണ്. അവ ഉറപ്പായും ജയെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞ് നമ്മളെ ഫിലിക്സ് ഓടി ജയുടെ അടുത്തെത്തുന്നുണ്ട്. ഹായ് ജയ്, ഷോപ്പിങ്ങിന് വന്നാണെന്ന് പറഞ്ഞ് നമ്മളെ ഫിലിക്സ് ജയുടെ ബാഗൊക്കെ മേടിച്ച് വെക്കുന്നുണ്ട്. അപ്പൊ ജയ ആണെങ്കിൽ ഒരു സിം സൂട്ട് എടുത്തിട്ട് ലൂഡോനെ കൊടുത്തിട്ട് ഇത് നിനക്ക് നന്നായിരിക്കും എന്ന് പറയുമ്പം ഫിലിക്സ് ആണെങ്കിൽ ദൈവമേ, വന്ന് ഈ കാലത്ത് ആമ്പിള്ളേരും പെമ്പിള്ളേരും ഡ്രസ്സ് ഇട്ട് തുടങ്ങിയോ? എന്നാ എനിക്കും ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. എന്താടാ ഇവന് വട്ടായോ എന്നുള്ള രീതിയിലാണ് നമ്മളെ ജയും ലൂഡോയും ഫിലിക്സിനെ നോക്കുന്നത്. അടുത്ത സീനില് അവരെല്ലാം പ്ലാൻ ചെയ്ത കണക്ക് തന്നെ ട്രിപ്പിന് പോകാൻ ഹീറോ എല്ലാരും പിക്കപ്പ് ചെയ്യാൻ ചേരുന്നുണ്ട്. ജെയിംസും സോവും ഒരുമിച്ചാണ് നടന്നു വരുന്നത്. ഹീറോ അവരെ കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. തന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങാനാ വരുന്നെന്ന് ജെയിംസും
തന്റെ അടുത്തോട്ട് അവർ നിന്ന് സുവും വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ വന്ന് സുവന്റെ കഴുത്തിൽ കിടന്ന ക്യാമറ വാങ്ങി തിരിച്ചു പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജെയിംസ് ആണെങ്കിൽ, എന്താണ് നിനക്ക് കണ്ണില്ലേ? നിന്റെ മുന്നിൽ ഇത്രയും സുന്ദരനായിട്ട് ചെറുക്കൻ നിന്നിട്ട് അവന്റെ ലഗേജ് ഒന്നും മേടിക്കാനുള്ള മര്യാദ പോലും നീ കാണിക്കുന്നില്ലല്ലോ. അയ്യോ, ഒരു കാര്യം മറന്നു പറഞ്ഞ നമ്മുടെ ഹീറോ നേരെ വന്ന് സുവന്റെ ആയിരിക്കുന്ന ലഗേജ് മേടിച്ചോണ്ട് പോകുന്നുണ്ട്. എന്തുവാടാ ഇവിടെ നടക്കുന്നത്? എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആരും ഇല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ സീനിയർ എന്നും പറഞ്ഞ് നമ്മളെ ഫെലിക്സ് വന്ന് ജെയിംസിന്റെ ലഗേജ് മേടിച്ചോണ്ട് പോകുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മളെ ഹീറോയിൻ ആണെങ്കിൽ പാട്ട് കേൾക്കാൻ വേണ്ടി ഹെഡ്സെറ്റ് എടുക്കുമ്പോൾ അത് വർക്ക് ചെയ്യാനല്ല. അപ്പൊ ഹീറോ ആണെങ്കിൽ അവന്റെ ഹെഡ്സെറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിലാണെങ്കിലോ നമ്മളെ ഹീറോയിന് ഇഷ്ടപ്പെട്ട പാട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാ. ആക്ച്വലി ഈ പാട്ട് ഞാൻ നിന്റെ വീഡിയോയില് പ്ലേ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ കേട്ടിട്ട് ഈ പാട്ട് എന്റെ ഫേവറേറ്റ് ആയി മാറി. ഹീറോ അങ്ങനെ പറഞ്ഞതും നമ്മളെ സുവിന് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടെ പീച്ചി ചെല്ലുന്നുണ്ട്. നമ്മളെ ഹീറോ ആണെങ്കിൽ വെറുതെ ഇരിക്കാതെ അവിടെ നിൽക്കുന്ന കപ്പിൾസിന്റെ എല്ലാം വീഡിയോ എടുത്തോണ്ടാണ് നിൽക്കുന്നത്. ആക്ച്വലി നമ്മളെ ഹീറോ ഇതെല്ലാം വീഡിയോ എടുക്കുന്ന അവന്റെ കോമിക്കിന്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പോഴത്തേക്ക് ഒരു പെണ്ണാണെങ്കിൽ, ഇതോ നോക്ക്, അവൻ എന്റെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവന്റെ ബോയ് ഫ്രണ്ടിനോട് പറയുമ്പോ, അപ്പോഴത്തേക്കും ആ പെങ്കൊച്ചിന്റെ ബോയ് ഫ്രണ്ട് വന്നിട്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ എടുക്കുന്നേ എന്നും പറഞ്ഞ് ഹീറോയോട് ദേഷ്യപ്പെടുമ്പോ, ആക്ച്വലി ഞാൻ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന്റെ മാത്രം ഫോട്ടോ അല്ല എടുത്ത, ഇവിടെയുള്ള എല്ലാവരുടെ ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കേട്ടത് അവിടെ ചുറ്റും നിന്ന ആൾക്കാരെല്ലാം കൂടെ ഹീറോയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്തുവാടാ നീ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഹീറോയിൻ നിൽക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ പണി വരുന്നുണ്ടെന്ന് നൈസായിട്ട് ആ മരവണ്ടിന് സിഗ്നൽ കൊടുക്കുന്നുണ്ടെങ്കിലും ആ പൊട്ടൻ അത് മനസ്സിലാവാതെ അവരോട് നിന്ന് ഡയലോഗ് അടിച്ചോണ്ടിരിക്കുക. ആദ്യം ഇവനെ പിടിക്കണമെന്നും പറഞ്ഞ അവരെല്ലാരും കൂടി ഹീറോയും കൂടെ ഓട്ടിക്കുന്നുണ്ട്. അവരെല്ലാരും കൂടി രണ്ടെണ്ണത്തെയും ഒരുപാട് ദൂരം ഓട്ടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടെണ്ണം കൂടെ ഓടി ഒരു ബ്രിഡ്ജിന്റെ കീഴിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പൊ നമ്മളെ ഹീറോയിൻ മറിഞ്ഞു വീരാൻ പോകുമ്പോൾ നമ്മളെ ഹീറോ അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. അപ്പൊ ഫേസോട്ട് ഫേസ് ക്ലോസ് ആയി വരുമ്പോ നമ്മളെ ഹീറോയിൻ വിചാരിക്കുന്നത് ഇപ്പൊ അവൻ കിസ് ചെയ്യുന്ന. സുഖ ആണെങ്കിൽ കണ്ണൊക്കെ അടിച്ച് റെഡിയായി നിൽക്കുമ്പോൾ നമ്മളെ ഹീറോ ആണെങ്കിൽ ഫേസ് മാറ്റുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ ജയ ആണെങ്കിൽ ഒരു മുള്ളു ചവിട്ടാൻ പോകുമ്പോൾ ഫിലിക്സ് അവിടെ വന്നത് ചവിട്ടി കാലിൽ മുറിവും മേടിച്ച് അവിടെ പോയി ഇരുന്നിട്ട് അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് നമ്മുടെ കൂടെ ഒരു ഹാൻസം മേടിച്ചൊക്കെ വന്നല്ലോ, അതാരാ? ജയുടെ ബോയ് ഫ്രണ്ട് ആണോ? ആർക്കാണ് അത്ര ധൈര്യം? നമ്മളെ ഹീറോ ആണെങ്കിൽ പുതിയൊരു ക്യാരക്ടറിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഹാപ്പി ആവുന്നുണ്ട്. അല്ല നമ്മൾ സീനിയറിന്റെ കൂടെ ഇരുന്നു വന്ന ചെക്കൻ, അയ്യേ നീ ലൂഡോനെ കുറിച്ചാണ് പറയുന്നത്, എടാ പൊട്ട അവളൊരു പെങ്കൊച്ച. അടുത്ത സീനിൽ നമ്മൾ ഫിലിക്സ് ആണെങ്കിൽ, അയ്യേ ലൂഡോ ഒരു പെങ്കൊച്ചായിരുന്നു, വെറുതെ തെറ്റിദ്ധരിച്ചെന്നും പറഞ്ഞ് ലൗലിയുടെ പാട്ടും കേട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ലൗലി ആരാ? നമ്മളെ ജയുടെ പാട്ടും കേട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജയ അങ്ങോട്ട് വന്നിട്ട്, പിന്നെ രാവിലെയൊക്കെ കാണാൻ എന്ത് ക്യൂട്ട്, ഇപ്പൊ നോക്കി എങ്ങനെ കൂർക്കം വലിക്കുന്ന എന്നും പറഞ്ഞ് ഫിലിക്സിനെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് കിടന്ന് ഉറങ്ങുക. ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവൻ ഏത് പാട്ടാ കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജയ ആണെങ്കിൽ ഫിലിക്സിനോട് ക്ലോസ് ആയിട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ അവള് കേൾക്കാൻ നേരം അത് അവള് തന്നെ പാടി പാട്ടാ കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ അവളാണെങ്കിൽ, അവൻ നേരത്തെ ലൗലിയെ പോലെ ഇത്രയും ക്യൂട്ടായിട്ട് പാടുന്ന വേറെ ആരുമില്ല, അവളെ കുറിച്ച് നല്ല പറഞ്ഞ് ആലോചിച്ചത് ജയ് നമ്മള് ഫിലിക്സിനെ കിസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ അവനാണെങ്കിൽ, ജയെ പോലെ ഒരു പെൺകൊച്ചിനെ ആര് സ്നേഹിക്കാനാ, അവളൊരു സൈക്കോപാത്താന്നും പറയാൻ നമ്മളെ ജയെ കുറിച്ച് കുറ്റം പറയുന്നേടാ, ഉറങ്ങുമ്പോ പോലും കുറ്റം പറയുന്നു പറഞ്ഞാൽ നമ്മളെ ജയ ആണെങ്കിൽ ഭയങ്കര ശബ്ദമുള്ള ഒരു പാട്ട് വെക്കുന്നുണ്ട്. അവനും പേടിച്ച് എണ്ണിക്കുന്നുണ്ട്. നിനക്കെന്താ വട്ടാണോ? ഒരു കോമൺ സെൻസ് ഇല്ലേ? ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫിലിക്സ് ദേഷ്യപ്പെടുമ്പം, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നു പറഞ്ഞാൽ നമ്മളെ ജയും ദേഷ്യപ്പെടുന്നുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പം, നീ എന്താ ചെയ്തെന്നും പറഞ്ഞ് നമ്മള് ഫിലിക്സിനെ ജയ് ഇട്ട് ഓട്ടിക്കുന്നുണ്ട്. ഇത് കണ്ടുവന്ന സീനിയർ ആണെങ്കിൽ ഈ പിള്ളേരെ കൊണ്ട് തോറ്റെന്നും പറഞ്ഞ് നേരെ പോയിട്ട് ചെയറിൽ ഇരിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ സീനിയർ ലൂഡോനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ വന്നത്. വിളിച്ചു വരുത്തിയിട്ട് ഇവിളിതെവിടെ പോയെന്നും പറഞ്ഞാൽ അവൾക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, നീ എവിടാന്നും ചോദിച്ചുകൊണ്ട്. ചെറിയ റിലാക്സ് ആവാം. അല്ല, അടുത്ത മാസമല്ലേ കോളേജിൽ ആനിവേഴ്സറി വരുന്ന, എന്തൊക്കെയാലും നല്ലൊരു ഡ്രാമ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പം നമ്മൾ സീനിയറിനെ പെട്ടെന്ന് ലൂഡോനെ കുറിച്ച് ഓർമ്മ വരുന്നു. അല്ല, ഞാനിപ്പോ എന്തിനാ ഇവളെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ലൂഡോന് വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട്, നിനക്ക് വേണ്ടിയാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെ നമ്മൾ സീനിയർ ലൂഡോന്റെ സ്റ്റോറി വെക്കാൻ നേരം അതിലാണെങ്കിൽ നമ്മൾ സീനിയർ ഉറങ്ങിക്കൊണ്ടിരിക്കാൻ നേരം എടുത്തൊരു പിക്ക് അവള് പോസ്റ്റ് ചെയ്തേക്കുന്ന ക്യാപ്ഷനായിട്ടും, ഈ കൂർക്കം വലിച്ചുറങ്ങുന്ന ആളെ കണ്ടോ, ഇയാളുടെ കൂടെ ഡ്രാമ ആക്ട് ചെയ്യണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അയ്യോ അതൊരിക്കലും നടക്കില്ല ലൂഡോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സീനിയറിനെ കാണിച്ചിട്ട് അടുത്ത സീനില് നമ്മളെ ജെയിംസിന്റെയും ലൂഡോന്റെ പുറകെ കുറെ പെമ്പിള്ളാര് അവരായിട്ട് ഓട്ടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. രണ്ടെണ്ണം കൂടെ എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ആയി ഒരു സ്ഥലത്ത് പോയി വിളിക്കുന്നുണ്ട്. എടാ നിന്റെ ഫോൺ തന്നേന്നും പറഞ്ഞ് ലൂഡോ ജെയിംസിന്റെ ഫോൺ മേടിച്ച് സീനിയറിനെ വിളിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കും സീനിയർ, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, അത് സീനിയറിനെ കാണാൻ വരാൻ പറ്റാഞ്ഞ. ഉറപ്പായിട്ടും നമ്മളെ ഡ്രാമയ്ക്ക് വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് ലൂഡോ പറയുമ്പം, നിന്നെ നല്ലൊരു മെയിൻ ലീഡ് ആക്കുമെന്ന് സീനിയർ പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മളെ ഫെലിക്സിനെയും ജയാണ് കാണിക്കുന്നത്. കുറെ ഫുഡ് മേടിച്ചു കൊടുത്ത് നമ്മളെ ഫെലിക്സിനെ ജെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എന്തിനാടി എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്ത്?
നീ എന്താ ചെയ്തെന്നോ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ പറഞ്ഞ നിനക്ക് ഓർമ്മയില്ലേ എന്നും എന്താ കാര്യം എന്നുള്ള പറയാൻ വരുന്നുണ്ടെങ്കിലും നീ തന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു കപ്പിൾസ് ഒരു കൂൾ ഡ്രിങ്ക്സ് തന്നെ ഷെയർ ചെയ്ത് കുടിക്കുന്നത് നമ്മൾ ഹീറോ കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സോ വന്നിട്ട് നിനക്ക് ഈ കാൻഡി വേണം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് കടിക്കുമ്പം ആക്ച്വലി ഞാൻ നിനക്ക് പുതിയൊരെണ്ണം മേടിക്കട്ടെ എന്നാ ചോദിച്ചത്, അതിനു മുമ്പേ നീ കഴിച്ചു എന്നും പറഞ്ഞ് അവള് ഷൈ ആവുന്നുണ്ട്. ഇന്ന് കുറെ നക്ഷത്രം ഉണ്ടല്ലേ, എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന് നമ്മൾ സോ പറയുമ്പോ എന്തിനാ ഈ താഴെ നിന്ന് കാണുന്ന, നമുക്ക് മേളിൽ പോയി കാണാമെന്ന് പറഞ്ഞ് നേരെ രണ്ടുപേരും കൂടെ ഫെറസ് വീലിന്റെ അടുത്ത് വരുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴാ നമ്മൾ ഹീറോയിനാണ് ആദ്യം പോകുന്നത്. അയ്യോ ഞാനും അവളുടെ കൂടെ വന്നു, എനിക്ക് അവളുടെ കൂടെ പോകണമെന്ന് പറയുമ്പോൾ അതൊക്കെ നേരത്തെ പറയണ്ടേ, തൽക്കാലം നിങ്ങൾ ഇതിൽ കയറുന്നും പറഞ്ഞ വേറൊരു ഇതിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മുടെ ഹീറോ സുവിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവളോട് പോസ് ചെയ്യാൻ പറയുമ്പോൾ അവളും കറക്റ്റായിട്ട് പോസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇച്ചിരി ലിപ്സ്റ്റിക് ഇടും. ലിപ്സ്റ്റിക് കുറവാ, അവളും അതിനനുസരിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്റെ മാത്രം ഫോട്ടോ എടുത്താൽ എങ്ങനെയാന്ന് പറഞ്ഞത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഗ്ലാസ്സിൽ ലിപ്സ്റ്റിക് കൊണ്ട് ഒരു പടം വരയ്ക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അപ്പുറത്തെ ഗ്ലാസ്സിൽ ഒരു ഹാർട്ടും വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ രണ്ട് പടങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അത് കണ്ടാൽ വരുന്നുണ്ട് ഹാപ്പി ആയിട്ട് ചിരിക്കുന്നുണ്ട്. ഈ ഒരു ക്യൂട്ട് മൊമെന്റും കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. എന്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.